അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. ഒരുങ്ങാം അവസാന റമളാനിനായി എന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത് അവസാന റമളാൻ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ജീവിച്ചിരിക്കും എന്നതിലേറെ നമ്മൾ മരിക്കും എന്നതിനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. കാരണം നമ്മളെപ്പോഴാണ് ഈ ഭൂമി ലോകത്തുനിന്ന് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ ഒരാൾക്കും നിർവാഹമില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരാത്മാവിനും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. പിന്നെ നമ്മുടെ കൺമുമ്പിലൊക്കെ നമ്മൾ നിരന്തരമായി പെട്ടെന്നുള്ള മരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പരസ്പരം സംസാരിച്ച് പിരിഞ്ഞ ആളുകൾ പിന്നെ സുബഹിക്ക് നമ്മൾ കാണുന്നില്ല. അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇന്നലെ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഉറക്കിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി, ഇപ്പോൾ ICUവിലാണുള്ളത് എന്ന്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അറിയുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന്. അതുപോലെ സ്ട്രോക്ക് വരുന്നു, ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട്, ഞാൻ അതുപോലെ ഒന്നും മരിക്കില്ല, ഞാനിവിടെ ഒരുപാട് കാലം ജീവിക്കും എന്നൊരു തോന്നലാണ്. സഹോദരങ്ങളെയൊക്കെ വെറുതെയാണ്. ഏത് സമയത്തും അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ട് ഈ വരുന്ന റമളാൻ, അപ്പോൾ ആ റമളാൻ്റെ തൊട്ടടുത്ത് നമ്മളെത്തി. അപ്പോൾ ആ റമളാൻ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? അതുകൊണ്ടാണ് അവസാന റമളാനിനായി നമുക്കൊരുങ്ങാം എന്ന് ബോധപൂർവം തന്നെയാണ് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, നന്മ ചെയ്യുമ്പോഴും, ഒരു നമസ്കാരം, നമ്മളൊരു ഇശാ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ഇശാ നമസ്കാരത്തിന് ഇനി ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന ഒരു ധാരണയോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾ നമസ്കാരത്തിന് നിൽക്കേണ്ടത്. അപ്പോൾ ആ നമസ്കാരത്തിൽ നല്ല ഭക്തി കിട്ടും. അതേപോലെ ഈ റമളാൻ ഇനി ഒരു അടുത്ത റമളാനിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എനിക്കൊരു പക്ഷേ ഈ ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എനിക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന ആ ധാരണയോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾ ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ റമളാനിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വശം. അതോടൊപ്പം റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ വളരെയധികം കൊതിക്കുക, ആഗ്രഹിക്കുക എന്നതാണ്. അതായത് എനിക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, നോമ്പ് നോൽക്കുന്നതിൽ, ചില ആളുകൾ പറയാറുണ്ട്, റമളാൻ മാസത്തിൻ്റെ ചർച്ച വരുമ്പോൾ പറയും, ഇനി നോമ്പാണ് വരുന്നത്, ഇനിയിപ്പോൾ നോമ്പ് നോൽക്കണം. ആ പറച്ചിലിൽ തന്നെയുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ആണ് എനിക്ക് വരുന്നത്, നോമ്പ് എന്തോ ഒരു പ്രയാസമാണ് എന്നുള്ള ഒരു തോന്നൽ അവൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് യഥാർത്ഥത്തിൽ അത്തരം സംസാരങ്ങളൊക്കെ. അങ്ങനെയല്ല നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. മറിച്ച് വളരെ ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി ആയിരിക്കണം നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ആരെങ്കിലും റമളാൻ മാസത്തിൽ ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി, അഥവാ വിശ്വാസത്തോടും പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടും കൂടി ആര് നോമ്പ് നോൽക്കുന്നുവോ അവരുടെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നിബന്ധന വെച്ചത് എന്താണ്? പ്രതിഫലം കിട്ടും എന്ന വിശ്വാസം. അതുപോലെ തന്നെ ഈമാനോടുകൂടി ആ നോമ്പ് നോൽക്കുക. അല്ലാതെ എൻ്റെ തടി ഒന്ന് കുറയണം, എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് കുറയണം എന്ന വിശ്വാസമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് നോമ്പ് നോൽക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ചില ഗുണങ്ങളാണ്. പക്ഷെ അതാവരുത് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഉള്ള താല്പര്യമായിരിക്കണം. എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഓർമ്മയോടുകൂടിയായിരിക്കണം വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ആഗ്രഹിക്കുക, റമളാനിനെ ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുക. അതിങ്ങനെ വരാൻ വേണ്ടി, അതിൻ്റെ മുഴുവൻ ദിനങ്ങളും നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അതോടൊപ്പം തന്നെ നിയ്യത്ത് വെക്കുക, ഞാൻ ഈ റമളാനിലെ മുഴുവൻ നോമ്പും ഇൻഷാ അള്ളാ ഞാൻ നോമ്പ് നോറ്റ് വീട്ടും എന്നൊരു നിയ്യത്ത് നമ്മൾ തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനിടക്കെങ്ങാനും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയോ, നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിയാതെ ആവുകയോ, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടി ആ ഒരു നിയ്യത്തിനെന്തായിരുന്നാലും, ആ ഉദ്ദേശത്തിനെന്തായിരുന്നാലും നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നാലാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്,
നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. നമുക്കിപ്പോൾ എത്ര വയസ്സായി? ഈ വയസ്സിനിടയിൽ എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞു പോയി? ആ റമദാനൊക്കെ അങ്ങനെ ഒരു യാന്ത്രികമായി കഴിഞ്ഞു പോയതാണോ? നമ്മൾ ഒരു വിലയിരുത്തൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആവരുത്. ഈ റമദാനിൽ ഞാൻ എന്തെല്ലാം ചെയ്യും? എന്തെല്ലാം നന്മകൾ ചെയ്യും? എന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ എൻ്റെ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്? അത് ഓരോരുത്തരുടെയും ദുശ്ശീലങ്ങൾ ഓരോരുത്തർക്കാണ് അറിയുക. അത് പലപ്പോഴും മാറ്റിവെച്ചതാണ്. പലപ്പോഴും അതിന് ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ വീണ്ടും വീണ്ടും സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് അത് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലഹരിയുടെ ഉപയോഗം. ലഹരി എന്ന് പറയുന്നത് വ്യത്യസ്ത അളവിലും വ്യത്യസ്ത രീതിയിലും സ്വഭാവത്തിലും ഒക്കെ ഇന്ന് ലഭ്യമായതുകൊണ്ട് തന്നെ, അതിന് അനവധി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും അത് പല അർത്ഥത്തിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമികമായിട്ട് അല്പം പോലും ലഹരി സാധനമാണ് എങ്കിൽ അത് കുറച്ചായാൽ പോലും അത് ഹറാമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഫഖലീലുഹു ഹറാം എന്നാണ്. അത് കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്ന സാധനം കുറച്ചുപയോഗിക്കുന്നത് പോലും നിഷിദ്ധമാകുന്നു എന്നാണ്. അപ്പോൾ അത് കുറച്ച് ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അത് ഈ റമദാൻ മാസത്തിൽ എനിക്ക് നിർത്തണം, ഞാനിനി അതിന് ഉപയോഗിക്കില്ല. അതേപോലെ തന്നെ അനാവശ്യങ്ങൾ കാണാനുള്ള അനവധി അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എവിടെ ഇരുന്നു, ഇപ്പോൾ ഈ സിനിമാ തിയേറ്ററുകളൊക്കെ വൻ സിറ്റികളിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് ഉൾഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പട്ടണങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പൊളിഞ്ഞു പോയി എന്ന് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ഇല്ലാതെയായി എങ്കിലും ഇന്ന് ഓരോ വീടുകളും സിനിമാ തിയേറ്ററുകളായി മാറുന്ന, അതുപോലെ തന്നെ അശ്ലീലങ്ങൾ കാണുന്ന ഇടങ്ങളായി മാറുന്ന ഒരവസ്ഥയാണ്. വീടുകൾ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും പോക്കറ്റുകളിൽ പോലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരല്പസമയം കിട്ടിയാൽ തൻ്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അത് കാണാവുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിന് അഡിക്റ്റായ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ തമാശയുടെ രംഗങ്ങൾ കണ്ട് പൊട്ടിച്ചിരിച്ച് അതിലൂടെ ധാർമ്മികമായ എല്ലാ സങ്കേതങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ആളുകളെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ തീരുമാനിക്കുക, റമദാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കും. ഞാൻ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ അശ്ലീല ദൃശ്യങ്ങൾ ഞാൻ ഒരിക്കലും കാണില്ല. ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ എൻ്റെ സാമ്പത്തിക രംഗം ഞാനൊന്ന് ക്രമീകരിക്കും. ഈ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടുകളും ഞാനൊന്ന് അവസാനിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, തന്നിഷ്ടങ്ങൾ, ഇച്ഛകൾ, അതിനെ ഒന്ന് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് ഞാൻ ഒഴിവാക്കുമെന്ന ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ ഈ റമദാനിൻ്റെ തുടക്കത്തിൽ എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കുറേ നന്മകൾ, ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അതേപോലെ തന്നെ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. പിന്നെ ആ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള പ്ലാന് നമ്മളിൽ കൊണ്ടുവരികയും ചെയ്യുക. അതിൽ ഏറ്റവും ആ പ്ലാനിൽ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ പഠനവും പാരായണവും. കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്, അതായത് മനുഷ്യന്മാർക്ക് ഹുദയായിക്കൊണ്ട്, സത്യാസത്യ വിവേചനമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാകുന്നു റമദാൻ എന്നാണ്. അപ്പോൾ ആ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആദരിക്കേണ്ടത് വിശുദ്ധ ഖുർആനിനെ തന്നെയാണ്. നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട്, ആത്മാവില്ലാത്ത ശരീരം. എന്താണ് അതുകൊണ്ട് കാര്യം? ആ ശരീരം എത്ര ഭംഗിയാക്കി നമ്മൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. അതിനുള്ളിൽ ആത്മാവില്ലെങ്കിൽ ആ ജഡത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളമില്ലാത്ത കടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കടലിൻ്റെ രൂപം എന്തായിരിക്കും? ഇരുട്ടായിരിക്കും അത്. കടൽ എന്ന് പറയണമെങ്കിൽ വെള്ളം വേണം, തിരമാലകൾ വേണം, അല്ലേ? മത്സ്യങ്ങൾ വേണം, അപ്പോഴാണ് അത് കടലാകുന്നത്. അതുപോലെ തന്നെ നിക്കാഹില്ലാത്ത കല്യാണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കല്യാണം, വിവാഹം എന്ന് പറയുന്നത് തന്നെ നിക്കാഹാണ്. ആ നിക്കാഹില്ലെങ്കിൽ പിന്നെ അവിടെ ഭക്ഷണം വെച്ചതുകൊണ്ടും പന്തലിട്ടതുകൊണ്ടും ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോയതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇതേപോലെ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനെ പരിഗണിച്ചുകൊണ്ടുള്ള റമദാനാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റമദാനായിട്ട് നമുക്ക് അതിനെ ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയായാലും തിരക്ക് പിടിച്ച ജീവിതത്തിലാണുള്ളത്. എന്നാൽ റമദാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഇത്ര പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഓതി തീർക്കും. അത് കുറച്ച് സമയം ഉള്ള ആളുകളാണെങ്കിൽ 3 പ്രാവശ്യം ഓതി തീർക്കുന്ന ആളുകൾ, അതിലേറെ കൂടുതൽ ഓതി തീർക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഒരു 3 പ്രാവശ്യം ഓതി തീർക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. ഇനി അതിന് കഴിയില്ലെങ്കിൽ 2 പ്രാവശ്യം എന്നുള്ള തീരുമാനം എടുക്കണം. അതിനും കഴിയാത്ത ആളുകൾ 1 പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആനൊന്ന് ഓതി തീർക്കാൻ, ഖത്തം തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ റമദാനിനെ എങ്ങനെ ബഹുമാനിച്ചു, ആദരിച്ചു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതൊരു തീരുമാനമാണ്.
ഖുർആൻ പാരായണം ചെയ്യുമെന്നൊരു തീരുമാനം. അതുപോലെ തന്നെ അതിൻ്റെ തഫ്സീറുകൾ കുറച്ച് വായിക്കുമെന്നൊരു തീരുമാനം. അതുപോലെ ഈ ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ ധാരാളമായി ഈ റമദാനിലുണ്ട്. അങ്ങനത്തെ ഒരു പരീക്ഷ ഞാൻ എഴുതും, അതിനുവേണ്ടി ഞാൻ പഠിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം. അതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമ്മൾ ധാരാളം നമ്മുടെ അലമാരകളിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. അതാ കൊണ്ടുവന്ന് അങ്ങനെ വെച്ചതാണ്, പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ ഒന്ന് തുറന്നെടുത്ത് ഈ ഒരു റമദാൻ കഴിയുമ്പോഴേക്കും ഞാൻ ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ നിന്ന് ഇന്ന ഇന്ന ബുക്കുകൾ, ഇന്ന ഇന്ന ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ച് തീർക്കും. ഇങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങൾ സ്വമേധയാ നമുക്ക് എടുത്ത് അതിന് സമയം ക്രമീകരിക്കണം. ഇന്ന ഇന്ന സമയത്ത് ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും എന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു പ്ലാനിങ് തന്നെ നമ്മൾ ഈ റമദാനിലേക്ക് കടക്കുമ്പോൾ വളരെ വളരെ അത്യാവശ്യമാണ്. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സാമൂഹ്യ മാധ്യമങ്ങളെ ശരിക്കും നിയന്ത്രിക്കണം. അതിന് ശരിക്കും ലോക്കിടാതെ, അതിനെ നിയന്ത്രിക്കാതെ റമദാൻ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. അതായത് വാട്സപ്പ് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒരു ഭാഗത്ത് തുറന്നു വെച്ചുകൊണ്ട് ഇപ്പുറത്ത് വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് ഓതിയാൽ അതിലുള്ള സൗണ്ടും അതിലുള്ള നോട്ടിഫിക്കേഷനും വരുന്നതിനനുസരിച്ച് അത് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പേജ് പോലും വായിക്കാനും ഓതാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും സോഷ്യൽ മീഡിയക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് മാത്രമേ വിശുദ്ധ റമദാനുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാധനാ കാര്യങ്ങളും നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളും ഒന്നും നമുക്ക് ശരിക്കും മര്യാദക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ധനം ചെലവഴിക്കുന്ന ഒരു മാസം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റടിക്കുന്ന വേഗതയിൽ വിശുദ്ധ റമദാനിൽ ധനം ചെലവഴിച്ചിരുന്നു എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കോടീശ്വരനൊന്നുമല്ല, പക്ഷെ ഉള്ള കാശ് തൃപ്തിയോടുകൂടി കൂടുതൽ ചെലവഴിച്ചിരുന്നത് ഈ റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ ആ റമദാൻ മാസത്തിൽ ആ ചര്യ തുടർന്നുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ദാനം കൊടുക്കാൻ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലും തന്നെ ഒരു പ്രയോറിറ്റി വളരെ പ്രധാനമാണ്. കണ്ടവർക്കൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്നുള്ളതിനപ്പുറം എൻ്റെ കാശ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് കൊടുക്കും എന്ന ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആ രീതിയിലേക്ക് ആരും ചോദിച്ചു വന്നില്ല എങ്കിലും അത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആളുകളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ ഇപ്പോൾ നമ്മളെ തേടി വരുന്ന ആളുകൾ, അർഹരായ ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുക. ഒരാളെപ്പോലും നമ്മൾ പിന്നെ വെറുതെ വിടുന്നൊരു സ്വഭാവം റമദാൻ മാസത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രി നമസ്കാരം, ആ രാത്രി നമസ്കാരം അതിൻ്റെ പുണ്യം വളരെ വലുതാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ വിശുദ്ധ റമദാൻ മാസത്തിൽ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ അത്ര വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ് രാത്രിയുള്ള തറാവീഹ് നമസ്കാരം. അപ്പോൾ ആ നമസ്കാരം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം നമ്മൾ വരുത്തണം. അതുപോലെ തന്നെ അവസാനത്തെ 10, അത് ആ അവസാനത്തെ 10ന് വളരെ പ്രാധാന്യമുണ്ട്. ഒറ്റയിട്ട രാവിന് വളരെ പ്രാധാന്യമുണ്ട്. ആ അവസാനത്തെ 10 മുഴുവൻ എഴുത്തിക്കാഫ് ഇരിക്കാൻ, പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപ്പം തീരുമാനിച്ചാൽ നടക്കില്ല. അത് റമദാനിൻ്റെ തുടക്കത്തിലെങ്കിലും തീരുമാനിക്കണം. എന്തുകൊണ്ട്? ആ അവസാനത്തെ 10ൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ആ 10 ദിവസം ലീവ് എടുത്ത് പള്ളിയിൽ ഇരുന്നാൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ അതിനൊക്കെ ഒരു ബദൽ പരിഹാരങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളാണ് ഏറ്റവും നേരത്തെ പ്ലാൻ ചെയ്യേണ്ടത്. വലിയ തിരക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് തീരുമാനിച്ചാലും ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ നല്ല തിരക്കുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേക സിസ്റ്റത്തിലൂടെ പോകുന്ന ആളുകൾ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആകട്ടെ, എഞ്ചിനീയർമാരാകട്ടെ, അധ്യാപകരാകട്ടെ, അതുപോലെ തിരക്കുള്ള കച്ചവടക്കാർ, ബിസിനസ്സുകാർ, അതുപോലെയുള്ള ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകന്മാർ, ഇവരെ ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ റമദാനിൻ്റെ അവസാനത്തെ 10 നമുക്ക് കയ്യിൽ ഒതുക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ ഈ പിന്നെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാനിങ് നമ്മുടെ അടുക്കൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതാ 2 ആഴ്ച കഴിഞ്ഞു, 1-ാമത്തെ കഴിഞ്ഞു, 2-ാമത്തെ കഴിഞ്ഞു, അതാ റമദാൻ കഴിഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥയിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നാൽ ഇത് അവസാനത്തെ റമദാനായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കുക. അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി ഈ വിശുദ്ധ റമദാനിലെ മുഴുവൻ നോമ്പ് നോൽക്കാനും പരമാവധി ദാനം ചെയ്യാനും പരമാവധി രാത്രി നമസ്കരിക്കുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി നേടിക്കൊണ്ട് നല്ലൊരു മനുഷ്യനായി ഈ റമദാനിൽ നമുക്ക് പുറത്തു വരാനും കഴിയണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.